2025 ബാലൻഡിയർ പുരസ്കാരം അതാരായിരിക്കും നേടാൻ പോകുന്നത്? ഗോൾ.com അടിസ്ഥാനത്തിലുള്ള റാങ്കിംഗ് ലിസ്റ്റ് നോക്കുന്ന സമയത്ത് 5-ാം സ്ഥാനത്ത് റോബർട്ട് ലെവൻഡോസ്കി, 4-ാം സ്ഥാനത്ത് യമാൽ, 3-ാം സ്ഥാനത്ത് റഫീന്യ, 2-ാം സ്ഥാനത്ത് കിലിയൻ എംബാപ്പയും അതുപോലെ തന്നെ 1-ാം സ്ഥാനത്ത് മൊസാലയുമാണ്. ഈ ഒരു റാങ്ക് ലിസ്റ്റ് നോക്കുന്ന സമയത്ത് രണ്ട് വ്യക്തികൾക്കാണ് ഞാൻ കൂടുതൽ സാധ്യതകൾ കൊടുക്കുന്നത്. ഒന്ന് മൊസാലയും, രണ്ടാമത് റഫീന്യയും. കാരണം യുസിൽ നോക്കുന്ന സമയത്ത് 2025 യുസിൽ അടിക്കാൻ സാധ്യത ലിവർപൂൾ അല്ലെങ്കിൽ ബാഴ്സലോണയാണ്. റിയൽ മാഡ്രിഡിന് ഇത്തവണ ഞാൻ ഒരുപാട് സാധ്യതകൾ കൊടുക്കുന്നില്ല. കാരണം ടേബിൾ പട്ടിക നോക്കുന്ന പട്ടിക മത്സരത്തിൽ തന്നെ റിയൽ മാഡ്രിഡ് പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ടുള്ള മത്സരത്തിൽ അവരുടെ എവേ മത്സരമായിരുന്നു, റിയൽ മാഡ്രിഡ് ഹോം മത്സരമാണ്. എന്നിട്ടും 2-1 വിജയമാണ് റിയൽ മാഡ്രിഡിന് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് കൂടുതൽ സാധ്യത റിയൽ മാഡ്രിഡിന് ഇത്തവണ ഞാൻ കൊടുക്കുന്നില്ല. ഒരുപക്ഷെ ലിവർപൂൾ അല്ലെങ്കിൽ ബാഴ്സലോണ അടിക്കാനാണ് കൂടുതൽ സാധ്യത. ഇനി റഫീന്യ അല്ലെങ്കിൽ മൊസാലയിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഞാൻ ആർക്ക് കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊസാലയ്ക്ക് തന്നെയാണ്. കാരണം ഒരു ഇൻക്രെഡിബിൾ ജേണിയിലാണ് പ്രീമിയർ ലീഗിലൂടെ അദ്ദേഹം കടന്നു പോകുന്നത്. കാരണം 32 ഗോളും 22 അസിസ്റ്റും അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പോൾ തന്നെ ഉണ്ട്. പ്രീമിയർ ലീഗിൽ തന്നെ 27 ഗോളും 17 അസിസ്റ്റുകളും അദ്ദേഹം പൂർത്തിയാക്കി. 44 എന്നുള്ള ഗോൾ കോൺട്രിബ്യൂഷനിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞു. ഇനി കുറച്ച് ഗോളുകൾ അടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം പ്രീമിയർ ലീഗിൽ ഒരുപാട് റെക്കോർഡുകൾ സ്വന്തമാക്കാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ തന്നെ UEFA ചാമ്പ്യൻസ് ലീഗ് കൂടി നേടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനാണ് കൂടുതൽ സാധ്യത ഞാൻ കൊടുക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു അഭിപ്രായത്തിലൂടെ നിങ്ങൾ എങ്ങനെ യോജിക്കുന്നു എന്നൊരു കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈൻഡ്.